ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാൻഡിൽ റേഞ്ച് തിയറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ക്യാൻഡിൽ ഹൈ ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ വരും, അതിനുശേഷം ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇതുപോലെ വന്നിട്ട് ആ പ്രീവിയസ് വന്ന ബുള്ളിഷ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യും. പക്ഷേ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് പ്രീവിയസ് ക്യാൻഡിൽ ഹൈക്ക് താഴെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്യും. അതിനുശേഷം ഇപ്പോൾ ആ ഒരു ബെയറിഷ് ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്സ് അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ടെന്നായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു സ്കാനർ, അതായത് ഈ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്ത് വരുന്ന സ്റ്റോക്സുകൾ നമുക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സ്കാനർ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചാർട്ടിങ്ങിൽ പോവാം. ചാർട്ടിങ്ങിൽ നമുക്കിവിടെ ക്രിയേറ്റ് സ്കാൻ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കേണ്ടത് ABS എന്നാണ്. ഇവിടെ നമുക്ക് ക്ലോസ് കൊടുക്കാം. 1 day ago ക്ലോസ്, ABS 1 day ago ക്ലോസ്. ഇവിടെ മൈനസ് ചെയ്യാം. വീണ്ടും ഓപ്പൺ സെലക്ട് ചെയ്യാം. ഇവിടെ 1 day ago ഓപ്പൺ, അതായത് ABS 1 day ago ക്ലോസ് മൈനസ് 1 day ago ഓപ്പൺ. ഇനി ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ സെലക്ട് ചെയ്യണം. അതിനുശേഷം വീണ്ടും ABS സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ഡെയിലി ക്ലോസ് ആണ് കൊടുക്കേണ്ടത്. ആദ്യം ക്ലോസ് സെലക്ട് ചെയ്യാം. ഡെയിലി ക്ലോസ് മൈനസ് ഓപ്പൺ, ഡെയിലി ഓപ്പൺ ഇൻറ്റു നമ്പർ 3. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ക്ലോസ് സെലക്ട് ചെയ്യാം. 1 day ago ക്ലോസ് മൈനസ് ഓപ്പൺ, 1 day ago ഓപ്പൺ. ഗ്രേറ്റർ ദാൻ, പിന്നെ നമ്മൾ ബ്രാക്കറ്റ് സെലക്ട് ചെയ്യണം. ഈ ബ്രാക്കറ്റിൽ ക്ലോസ്, ഡെയിലി ക്ലോസ് മൈനസ് ഡെയിലി ഓപ്പൺ ഇൻറ്റു നമ്പർ 3. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത്. ഈ അടുത്ത കണ്ടീഷൻ പറയുന്നത് ഹൈ, ഡെയിലി ഹൈ ഗ്രേറ്റർ ദാൻ 1 day ago high. ഓക്കെ. അടുത്ത കണ്ടീഷൻ ക്ലോസ്, ഡെയിലി ക്ലോസ് ലെസ് ദാൻ ഹൈ, 1 day ago high. ഇനി അടുത്ത് വരുന്നത് ഡെയിലി ക്ലോസ്. ക്ലോസ് സെലക്ട് ചെയ്യാം. ഡെയിലി ക്ലോസ് ലെസ് ദാൻ ഡെയിലി ഓപ്പൺ. ഓക്കെ. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഇനി നമുക്കിവിടെ സെഗ്മെൻ്റ് ഉള്ളത്, ഇപ്പോൾ നിഫ്റ്റി 500 ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കുണ്ടെങ്കിൽ ഫ്യൂച്ചർ സ്റ്റോക്സ് മാത്രം മതിയെങ്കിൽ ഫ്യൂച്ചർ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിഫ്റ്റി 200 500 ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് 500 സെലക്ട് ചെയ്യാണ്. ഓക്കെ. നമുക്ക് സേവ് ചെയ്യാം. ക്യാൻഡിൽ റേഞ്ച് സബ്മിറ്റ് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തെങ്കിൽ ജസ്റ്റ് റൺ ചെയ്താൽ മതി. അപ്പോൾ കഴിഞ്ഞ ദിവസം മാച്ച് ആയിട്ട് വന്നുള്ള സ്റ്റോക്സുകൾ കിട്ടും. അപ്പോൾ ഈ സ്റ്റോക്സാണ് നമ്മൾ ഇന്നത്തേക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് നോക്കണം ഏതാണ് പെർഫെക്റ്റ് മാച്ച് ആയിട്ട് വരുന്നത്. ആ സ്റ്റോക്സ് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഇവിടെ താഴെ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസത്തെ ബാക്ക് ടെസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം, ഇന്നത്തേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്സുകൾ. ഓക്കെ. അപ്പോൾ ഇത് അത്ര മാച്ച് ആയിട്ട് തോന്നുന്നില്ല, കാരണം ഓൾമോസ്റ്റ് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. NBSC ഇതും മാച്ച് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. നാർക്കോൺ ഇതും മാച്ചല്ല. ഇന്ത്യ മാർട്ട്. ഓക്കെ. ഇത് നമ്മുടെ കണ്ടീഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഹൈ ബ്രേക്ക് ചെയ്തു, താഴെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ.
ഇനി ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്ന് ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെൽ ട്രെൻഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാനുവലായിട്ട് ഓരോ സ്റ്റോക്സുകൾ നമ്മുടെ ആ ഒരു സ്കാൻ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഫിൽറ്റർ ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, ആണോ, അതുപോലെ ഫിൽറ്റർ ചെയ്ത് കിട്ടും. ഞാൻ സാധാരണയായിട്ട് നിഫ്റ്റി 500 നോക്കിയിട്ട് ഇതേപോലെ ഓരോ സ്റ്റോക്സുകൾ ജസ്റ്റ് ചെക്ക് ചെയ്യും, ചാർട്ട് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യും. നല്ല രീതിയിൽ മാച്ച് ആയി വരുന്ന സ്റ്റോക്സുകൾ മാത്രം സെലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2-3 സ്റ്റോക്സുകളായിരിക്കും കിട്ടുക. ആ സ്റ്റോക്സുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ആ ഒരു സ്ട്രാറ്റജി ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്കാനർ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചാർട്ടിങ്ങിൽ സ്കാനർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.